ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 ഡേയ്സ് 30 റെസിപ്പി സീരീസിലെ 21ാമത്തെ വീഡിയോ ആണിത്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ ബ്രെഡും പഴവും വെച്ച് വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ വരെയുള്ള ഒരു അടിപൊളി സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഭാഗം നമ്മൾ 4ആയിട്ട് കയറി അത് ചെറിയതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അരക്കപ്പിലും കുറച്ചധികം ഉണ്ട്. ഇത് നമുക്ക് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ചൂടായിട്ട് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഗീ ചേർത്തിട്ടുണ്ട്. ഈ ഗീ മതി നമ്മൾ മുഴുവനും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ മുഴുവനായിട്ട്. ഓക്കെ, ഇതിലേക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാഷ്യൂനട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ കാഷ്യൂനട്ട്സിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കാഷ്യൂനട്ട്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സെയിം ഓയിലിൽ തന്നെ നമ്മുടെ നേന്ത്രപ്പഴം വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓയിലൊക്കെ ഒരു സൈഡിലോട്ടേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ ഓയിലിൽ നിന്നും അതിനെ മാറ്റിയെടുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്ലൈസ് ബ്രെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ സൈഡുകളൊക്കെ നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. അപ്പോൾ വലിയ സ്ലൈസ് അല്ല എന്നുണ്ടെങ്കിൽ 1.5 വരെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ലൈസ് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 50 ml പാൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു 5 മിനിറ്റോളം നമുക്ക് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഇത് നമുക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി നമുക്കെല്ലാം ഡബിൾ ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലേവറിങ്ങിന് ആവശ്യമായിട്ട് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സറും കൂടെ അല്ലെങ്കിൽ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസും കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ പനിയാരമൊക്കെ ഉണ്ടാക്കിയെന്ന ആ ഒരു പാത്രത്തിലാണ്. ഈ ടൈപ്പ് പാനിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മളൊരു വലിയ സോസ് പാനിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ബാറ്ററും ഒന്നിച്ച് ഒഴിച്ച് വളരെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. കുറച്ചുകൂടി അധികം സമയം എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഉണ്ടാവാനായിട്ടും പിന്നെ കാണാനൊരു ഭംഗിക്കും വേണ്ടി ഈ ഒരു പാനിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാ പാനിലും നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് വെച്ച് ഏകദേശം ലോ ഫ്ലെയിമിൽ 2 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഏകദേശം നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ വളരെ പതുക്കെ ജെൻറ്റിലായിട്ട് ഒന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കാം. ഈ സെയിം റെസിപ്പി നമുക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്തിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിലും ഉണ്ടാക്കിയെടുക്കാം. മൈക്രോവേവിലാണെങ്കിൽ ജസ്റ്റ് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. സ്റ്റീമിയാണെങ്കിൽ കുറച്ചുകൂടി അധികം സമയം നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, ഇതിൽ ജസ്റ്റ് പഴം മാത്രമല്ല നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടേൺ ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഈ ഒരു സൈഡും ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ഭാഗം നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈസി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.